المرسلين وعلى آله وصحبه أجمعين أما بعد. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിയ്യത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നിയ്യത്ത്, ഇഖ്ലാസ്, ഇത്തരം വിഷയങ്ങളാണ് റിയാദുസ് സ്വാലിഹിന്റെ ഫസ്റ്റ് ബാബിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിനുശേഷമുള്ള രണ്ടാമത്തെ ബാബാണ് ഇന്നുള്ളത്. ബാബു തൗബയാണ്. സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ ബാബു തൗബയാണ് ഇന്നത്തെ വിഷയം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 27 രാവിലെ തൗബന്റെ മജ്ലിസ് ഉണ്ടാവും. റമദാനിലും ഒക്കെ കേൾക്കാറുണ്ടല്ലേ തൗബ മജ്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്ക് തൗബ എന്താണെന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ തൗബയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകളും ആയത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അതിലെ കുറച്ച് ഹദീസുകളായിരിക്കും ഈ ബാബിൽ ഉണ്ടാവുക. ഇത് നിയ്യത്ത് പറഞ്ഞതിന് ശേഷം, നിയ്യത്തും ഇഖ്ലാസും പറഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ടാണ് തൗബനെ പറയണത്. അപ്പൊ അതിന് പ്രാധാന്യമുണ്ട്. ഒരു ബഷീർ ഖാന്റെ ഓക്കെ. അപ്പൊ നമ്മള് ഇഖ്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് തൗബ എന്ന് പറഞ്ഞത്. ഓക്കെ. തൗബനെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തുകൾ എന്ത് ചെയ്യും, കുറച്ച് പറയും. ഇതൊരു എൻട്രൻസ് എന്നുള്ള രൂപത്തിൽ ആയത്തുകളും തൗബ പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ഫസ്റ്റ് പറയും. അങ്ങനെയാണ് നബി ഇമാമ് കിതാബിന് ഓർഡർ ആക്കിയിട്ടുള്ളത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഹദീസുകളും പറയും. ഓക്കെ. തൗബ എന്നാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് തൗബ? പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകള് പൊറുപ്പിക്കാം, ചെയ്ത തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുക. ആ ഒരു സംഭവമാണ് തൗബ എന്ന് പറഞ്ഞത്. അപ്പൊ ഭാഷാർത്ഥത്തിൽ അറബിയില് ലുഗത്തൻ ഇതിനെന്താ അർത്ഥം? റുജു എന്നാണ്. റുജു എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അർത്ഥം. മടക്കം. അപ്പൊ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നൊരു ഒരു ഒരു ആശയമാണ് അവിടെ വരുന്നത്. അപ്പൊ മടങ്ങുക എന്നുള്ളത് നമ്മൾ പൊതുവെ പറയില് യാത്ര പോകുമ്പോ എങ്ങനെയാണ്, വീട്ടിലേക്ക് മടങ്ങുക അല്ലെ? ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ടാണ് അതിലേക്ക് മടങ്ങുക എന്നുള്ളത്. അപ്പൊ നമ്മള് മനുഷ്യന്മാരെല്ലാം ജനിക്കുന്നത് ഫിത്രയോടുകൂടിയാണെന്ന് പറയാം. ജനിക്കുമ്പോ തെറ്റുകളൊന്നുമില്ല, പാപമുക്തരാണ്. കുട്ടികളെ വളരെ പരിശുദ്ധരാണ്. പിന്നെ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് കൽബിന്റെയും പിശാചിന്റെയും ഒക്കെ വേണ്ടാത്ത തോന്നലുകളൊക്കെ അനുസരിച്ചാണ് ഓരോ തെറ്റുകൾ ചെയ്യുകയും അങ്ങനെയാണ് മനുഷ്യന്മാർ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത്. അപ്പൊ ഈ അകന്നു പോവുക പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് വീണ്ടും ഒരു മടക്കം, ആ ഒരു മടക്കത്തെ സൂചിപ്പിക്കാനാണ് തൗബ എന്ന പദം ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പോ ഉംറ ചെയ്താലുള്ള പ്രതിഫലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉംറയും ഹജ്ജൊക്കെ കഴിഞ്ഞാല് ഉമ്മ പ്രസവിച്ച കുട്ടീനെ പോലെയാവും. അപ്പൊ പാപങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ഒരർത്ഥത്തിലൊരു മടക്കാണ്. അതേപോലുള്ള ഒരു മടക്കാണ് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു സാധനത്തിൽ നിന്ന് ഒരു സാധനത്തിലേക്ക് തിരിച്ചു പോകുന്നതിനാണ് റുജു എന്ന് പറയാം. അപ്പൊ ഇവിടെ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ മുഖാലഫാത്ത്, അള്ളാഹുവിൽ കൽപ്പിച്ച സാധനങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അദാബ് പേടിച്ചിട്ട് ഖേദിച്ച് മടങ്ങുന്നതിനാണ്, പശ്ചാത്തപിക്കുന്നതിനാണ് തൗബ എന്ന് പറയാം. അപ്പോ ഒരു അബ്ദു മിനല്ലാഹി, അപ്പോ ഷർഅൻ, ഷർഇല് അങ്ങനെ ഒരു അർത്ഥം. ലുഗത്തിൽ നമ്മൾ പറഞ്ഞു ഭാഷാർത്ഥത്തിൽ റുജു എന്നാണ് അർത്ഥം, മടങ്ങുക എന്നുള്ള ഒരു കേവല അർത്ഥമുള്ളത്. ഷർഅൻ അത് ഏത് കാര്യം പറയുമ്പോൾ നമ്മൾ രണ്ടർത്ഥം പറയും അല്ലെ? ഒരു ടെക്നിക്കൽ ടേം ഉണ്ടാവും. ചിലപ്പോൾ ഒരു അതിനൊരു അർത്ഥം എന്തായിരിക്കും, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അർത്ഥമായിരിക്കും. പക്ഷെ ചില സാഹചര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സാങ്കേതികമായ ഒരു അർത്ഥം ഉണ്ടാവും. ഇവിടെ ഷർഇല് നമ്മൾ തൗബ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അർത്ഥം പറഞ്ഞു. പിന്നെ ഷർഅൻ അതിനുള്ള അർത്ഥം എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയിൽ നിന്ന് ഈ അടുപ്പത്തിലേക്കുള്ള ഒരു മടക്കാണ്. അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയിൽ നിന്ന്
അല്ല, അത് എക്സ്ട്രാ കിതാബാ. ഈ ഈ ഇത് റിയാദ് സ്വാലിഹിന് ഇതേ ഉള്ളൂ. ഞാൻ ഷറഹും കൂടി നോക്കുന്നുണ്ട്, അതാണ് വായിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു റുജൂ മിനൽ ബുഅ്ദി അനില്ലാഹി ഇലൽ ഖുർബി ഇലൈഹി സുബ്ഹാനഹു വതആല. അള്ളാഹുവിൽ നിന്നുള്ള അകൽച്ചയിൽ നിന്ന് ഈ അടുപ്പത്തിലേക്ക് മടങ്ങുക എന്നതിനാണ് തൗബ എന്ന് പറയാം. പിന്നെ ഇനി ഉലമാ ഈ തൗബക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ നമുക്ക് കാണാം. കാലൽ ഉലമാ തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ. ഉലമാ പറഞ്ഞ എന്താണ്? എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യല് വാജിബാണ്. എല്ലാ തെറ്റ് ചെയ്താലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യല് വാജിബാണ്. ഫൈൻ കാനത്തിൽ മാസിയത്തു ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ രണ്ട് രൂപത്തിലുണ്ടാവും. ഉത്തരവാദിത്തങ്ങള് നമ്മൾക്ക് പഠിച്ചവനോടുള്ള ഉത്തരവാദിത്തമുണ്ട്. നിസ്കരിക്കുക എന്നുള്ളതും നോമ്പ് നോൽക്കുക എന്നുള്ളതും പഠിച്ചവനോടുള്ള ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ അടിമകളോടുള്ള, സൃഷ്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതുണ്ട്. സലാം പറഞ്ഞാൽ മടക്കുക എന്നുള്ളത്. മുസ്ലിങ്ങളോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും. എല്ലാ മനുഷ്യന്മാരോടുള്ള ഉത്തരവാദിത്തം ഉണ്ടാവും. ഇങ്ങനെ മരിക്കാൻ പോകുന്ന സമയത്തൊക്കെ സഹായിക്കുക, അങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ തെറ്റും രണ്ട് രൂപത്തിൽ വരും. ഈ മാസിയത്തും രണ്ട് രൂപത്തിലുണ്ടാവും. ഏതാണ്? നമ്മളും പഠിച്ചവനും തമ്മിലുള്ള തെറ്റ്. ചിലപ്പോൾ വേറെ ആരും അറിയണമെന്നില്ല. നിസ്കരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പടച്ചോൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എതിര് ചെയ്യുക, ഹറാമായ കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മളും പടച്ചോനും തമ്മിലുള്ള തെറ്റാണ്. ഇനി വേറെ തെറ്റുകളുണ്ട്, സൃഷ്ടികളുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളുണ്ട്. കടം വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക, അതുപോലെ ആക്രമിക്കുക, കൊല്ലുക, അതേപോലുള്ള പടച്ചവനോടുള്ള തെറ്റുമാണ്. നമ്മളെ മറ്റു അബ്ദിനോടുള്ള, മറ്റു സൃഷ്ടികളോടുള്ള ഒരു തെറ്റും കൂടിയാണ്. അപ്പൊ ബൈനൽ അബ്ദിയോ ബൈനല്ലാഹി തആല. അപ്പൊ രണ്ടാണെങ്കിലും, രണ്ട് രൂപത്തിലുള്ള തെറ്റാണെങ്കിലും അതിന് തൗബ ചെയ്യണം. എന്നിട്ട് ബൈനല്ലാഹി തആല ലാ തതഅല്ലഖു ബിഹഖ്ഖിൻ ആദമീൻ ഫലഹ സലാസത്തു ശുറൂത്ത്. അപ്പൊ ഇവിടെ തെറ്റുകളെ തൗബ ചെയ്യുന്ന രീതിയിൽ, തൗബ ചെയ്യുന്നിടത്ത് തെറ്റുകളെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന്, ഹക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടുമായിട്ട് അല്ലെങ്കിൽ ഒരു ബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളുണ്ട്. അതായത് കടം വാങ്ങിച്ച കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറ്റം പറയാ, ഗീബത്ത് പറയാ, അല്ലെങ്കിൽ വ്യഭിചാര ആരോപണം നടത്തുക, അതുപോലുള്ള തെറ്റുകളുണ്ട്. അപ്പൊ അത് മനുഷ്യന്മാരുടെ ഹക്കുമായിട്ട് ബന്ധിച്ച ഒരു സംഭവമാണ്. അപ്പൊ അതിനുള്ള തൗബ അതിനുള്ള തൗബക്ക് 4 ഷർത്തുകളുണ്ട്. അങ്ങനെ മനുഷ്യന്മാരുടെ ഹക്കുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകൾ ഉണ്ടാവും. ആ തെറ്റുകൾക്ക് 4 ഷർത്തുണ്ട്. അതല്ലാത്ത തെറ്റുകൾ, മനുഷ്യന്മാരുടെ ഹക്കുമായിട്ട് ബന്ധപ്പെടാത്ത തെറ്റുകൾക്ക് 3 ഷർത്തുകളുള്ളത്. അപ്പൊ ആദ്യം പടച്ചവനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകൾക്കുള്ള ഷുറൂത്താണ് പറയണത്. ഫലഹ സലാത്തു ഷുറൂത്ത്. അപ്പൊ മനുഷ്യന്മാരുടെ ബാധ്യതയുമായിട്ട് ബന്ധപ്പെടാത്ത തെറ്റുകൾക്ക് 3 ഷുറൂത്തുകളുണ്ട്. അതിനുള്ള തൗബക്ക് 3 ഷുറൂത്തുകളുണ്ട്. അഹദുഹ അൻ യുക്രിയ അനിൽ മാസിയത്തി. അപ്പൊ തൗബ ശരിയാവണമെങ്കിൽ ഈ 3 ഷർത്തുകൾ ഉണ്ടാവണം. അതിൽ ഒന്നാമത്തെ ഷർത്താണ് അൻ യുക്രിയ അനിൽ മാസിയത്തി. ഈ തെറ്റുകളിൽ നിന്നും ഒഴിവാവണം, തെറ്റ് ഉപേക്ഷിക്കുക. ഓക്കെ, ഒന്നാമത്തെ തെറ്റ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് പശ്ചാത്തപിച്ച് റെഡിയാവില്ല. പിന്നെ രണ്ടാമത്താണ് യന്തമാലാഫി അലിഹ. ആ തെറ്റ് ചെയ്തതിൽ ദുഃഖിക്കണം. തെറ്റ് ചെയ്തു പോയതിൽ ദുഃഖവും ഒരു ഖേദവും ഉണ്ടാവണം. അതാണ് രണ്ടാമത്തെ ഷർത്ത്. മൂന്നാമത്തത് അയ്യാസിമ അല്ലാ യഊദ ഇലൈഹ അബദൻ. ഈ തെറ്റിലേക്ക് ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യണം. ഈ അസിമ പറഞ്ഞാൽ അസ്മ ഉണ്ടാവുക, ഉണ്ടാവുക, നല്ല ഉറച്ച തീരുമാനം ഉണ്ടാവുക. എന്തിന്? അല്ലാ യഊദ ഇലൈഹ അബദൻ, ഒരിക്കലും ഇതിലേക്ക് തിരിച്ചു വരികയില്ല എന്നൊരു കാര്യത്തിൽ. അപ്പൊ ഇനി തിരിച്ചു വന്നാലോ? തിരിച്ചു വന്നാൽ ഇനിയും തൗബ ചെയ്യണം. പക്ഷേ ഈ കാക്ക തൗബ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടിട്ടില്ലേ? ഇനിയോ വലിയൊരു ഉറപ്പൊന്നും ഇല്ലാണ്ട് തൗബ ചെയ്ത, അങ്ങനെ തൗബ ചെയ്താൽ തൗബ ശരിയാവില്ല. ഈ ഷർത്തുകൾ 3 ഉണ്ടായാലേ തൗബ ശരിയാവുള്ളൂ. ഫൈൻ ഫുഖിദ അഹദു സലാസത്തി ലം യസിഹ തൗബത്തുഹു. അപ്പൊ
ഈ തെറ്റുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായി പോയാൽ എന്ത് ചെയ്യൂല, തൗബ സ്വീകരിക്കുകയില്ല. അപ്പൊ തൗബ എന്താണെന്ന് പറഞ്ഞു, തൗബന്റെ 3 ഷർത്തുകളും നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇനി പറയണോ അത്? 3 ഷർത്തുകൾ ഓക്കെ അല്ലേ? ഓക്കെ. വൈൻ കാനത്ത് അൽ മാസിയത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു തെറ്റുകൾ 2 രൂപത്തിലുണ്ട്. മനുഷ്യന്മാരുടെ ഇടപാടും മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു ബാധ്യത ഉള്ള തെറ്റുകളുണ്ട്, അതല്ലാത്ത തെറ്റുകളുണ്ട്. അതല്ലാത്ത തെറ്റുകൾക്കുള്ള 3 ഷർത്തുകളാണ് പറഞ്ഞത്. ഈ മനുഷ്യന്മാരുമായിട്ടുള്ള ഒരു ഇടപാട് അവിടെ നടക്കുന്നുണ്ട്, ഈ ഒരു തെറ്റിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഷർത്തും കൂടിയുണ്ട്. വൈൻ കാനത്ത്, അതാണ് ഇനി പറയാൻ പോകുന്നത്. വൈൻ കാനത്തിൽ മാസിയത്തു തതഅല്ലഖു ബി ആദമിയിൻ ഫശുറൂത്തുഹാ അർബഅത്തുൻ. ഇപ്പോ ഈ ഒരു തെറ്റ് തതഅല്ലഖു ബി ആദമി, ഒരു മനുഷ്യനുമായിട്ട് ബന്ധിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഷർത്തുകൾ 4 അർബഅത്തു ആണ്, 4 ആദ്യ സലാസത്തി, ഈ പറഞ്ഞ 3 ഷർത്തുകളുണ്ട്. പിന്നെ വേറൊരു ഷർത്ത് കൂടെ എന്താണ്, വൻ യബ്ര മിൻ ഹഖി സ്വാഹിബിഹ. വേറൊരു ഷർത്ത് എന്താന്ന് വെച്ചാല് ഈ ഇയാൾ ഉണ്ടാവല്ലോ, അയാളുടെ ഹക്കിൽ നിന്ന് നമ്മൾ മോചിതനാവണം. നമ്മൾ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടവർ തെറ്റ് ചെയ്തത്, അയാളുടെ ആ ഒരു ബാധ്യതയിൽ നിന്ന്, ഹക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മോചിതനാവണം. വൈൻകാനത്ത് മാലന്നവ നഹ്വഹു റദ്ദുവിലി. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാവുക? പല രൂപത്തിലുണ്ടാവും. എന്തെങ്കിലും പൈസ പോലുള്ളത് കൊടുക്കാൻ, ചിലപ്പോൾ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു സാധനം നമ്മള് എന്ത് വേറെ ദുരുപയോഗം ചെയ്തു, അല്ലെങ്കിൽ കടം വാങ്ങി, അങ്ങനെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമ്മളൊന്ന് മോഷ്ടിച്ചു, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇടപാടാണെങ്കിൽ റദ്ദവിലേക്ക്, അപ്പൊ അത് അവരിലേക്ക് തിരിച്ചു കൊടുക്കണം. ഇനി ആ സാധനം നഷ്ടപ്പെട്ടു, ഒരു സാധനം ഒരാൾ മോഷ്ടിച്ചു വന്നിട്ടുണ്ട്, ആ സാധനം എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ കീമത്ത്, അതിന് പകരമുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ അത് കൊടുക്കുക. ഏതായാലും ഈ മാല് സമ്പത്ത് ആണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇനി വൈകാലത്ത് ഹദ്ദ കസിമനഹു മക്കനഹു മിൻഹു. ഇനി കദഫിന്റെ ഹദ്ദ് അതല്ലെങ്കിൽ അതുപോലുള്ള ഹദ്ദുകളാണെങ്കിൽ, അതായത് ഒരാൾ വ്യഭിചാര ആരോപണം നടത്തിയാൽ അത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, അടി കിട്ടും. ഇമാമ് ഖലീഫ ഉണ്ടാവുമ്പോ ഒരു ചാട്ടവാറിനടിക്കും. അപ്പോ അങ്ങനെയുള്ളൊരു തെറ്റാണ് നമ്മൾ ചെയ്തതെങ്കിൽ മക്കനോ മിൻഹോ, അങ്ങനെ അടിക്കാൻ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രായശ്ചിത്തം. അതല്ലെങ്കിൽ തൊലബ അഫ്വഹു, അല്ലെങ്കിൽ അടി കൊള്ളണം നിർബന്ധമില്ല, അല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ടു വന്നാലും മതി. അയാൾക്ക് അത് പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ കദഫ് പറയാറിഞ്ഞാല് ഒരാള് ഇല്ലാതെ തെറ്റ് വ്യഭിചരിച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പരസ്യപ്പെടുത്തുക. അപ്പോ കാദിക്ക് എന്ത് ചെയ്യും, നമ്മളെ ശിക്ഷിക്കാൻ അർഹത ഉണ്ടാവും. ഓക്കെ. അപ്പോ ഒന്നെങ്കിൽ മനുഷ്യന്മാരുടെ ഈ ഹക്ക് വീടണമെങ്കിൽ അയാള് 40 അടി അടിക്കാൻ എന്ത് ചെയ്യാ, അയാൾ സമ്മതിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇയാളോട് അഫ്വ് ചോദിക്കണം, പൊരുത്തപ്പെടാൻ വേണ്ടി ചോദിക്കണം. പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ അടി ഉണ്ടാവില്ല. ഓക്കെ. വൈകാനത്ത് ഈബത്തൻ. ഇനി അടുത്ത വേറൊരു കേസാണ് പറയുന്നത്, എനിക്ക് കദഫല്ല ഈബത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇസ്തഹല്ലത്ത് മിൻഹ, അതിൽ നിന്നും എന്ത് ചെയ്യണം, പുറത്തു പോകണം. അപ്പൊ ഒരാളെ പറ്റിയിട്ട് ഗീബത്ത് പറയാറുണ്ട് എന്താ, ഒരാളെ പറ്റി കുറ്റം പറയാം. അതിന് അയാൾ ഉള്ളപ്പോ പറഞ്ഞതാണെങ്കിലും ഇല്ലാത്തപ്പോ പറഞ്ഞാണെങ്കിലും അയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഒക്കെ ഗീബത്താവും. ഇഷ്ടപ്പെടാനല്ല, നല്ല കാര്യമാണെങ്കിലും നല്ല കാര്യമില്ലെങ്കിലും ഒക്കെ ഗീബത്താവും. ഒരാളെ പറ്റി ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ പറയണ്ടാവാം, പക്ഷെ അയാൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ, ഇപ്പൊ ഗീബത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയാന്ന, ഇനി അയാളെ മുമ്പിൽ വെച്ച് പറഞ്ഞാലും ഉണ്ടാവും, പുറത്തുള്ളവരോട് പോയിട്ട് പറഞ്ഞാലും ഉണ്ടാവും. അപ്പൊ ഈ നസീഹത്ത് എന്ന് പറഞ്ഞാലേ അമ്രുബിൽ മാറൂഫും നഹീൻ അനിൽ മുൻകറും ഉണ്ടാവും. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടലാണ് ഇപ്പൊ കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, വിചാരിക്കുന്നത് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാന്നുള്ള. പക്ഷെ അതൊക്കെ ഇസ്ലാമികമായിട്ട് ഒരിക്കലും ശരിയല്ല. ഇനി എത്ര വലിയ തെറ്റ് ചെയ്താണെങ്കിലും ഒരാള്
വേറൊരാളെ ഇപ്പൊ കേസുകൾ കാണുന്നില്ലേ, വിഷം കൊടുത്തു കൊന്നു. അപ്പൊ ആ ചെയ്തത് തെറ്റാണ്. അതിനുള്ള ശിക്ഷ അയാൾക്ക് കിട്ടണം. പക്ഷെ അയാൾക്ക് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. മീൻസ് ആ തെറ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പടച്ചോൻ പുറത്തു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അയാൾ ചിലപ്പോൾ സ്വർഗത്തിലേക്കും, പിന്നെ അയാളെ കുറ്റം പറഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, നരകത്തിൽ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ തെറ്റുകൾ ചെയ്യാന്ന് പറഞ്ഞാല് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തൗബ ചെയ്താൽ അയാൾ എന്ത് ചെയ്യും, അയാള് ഫുള്ള് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന പറഞ്ഞത്. അതിന് നമ്മൾ വരുന്നുണ്ട്, ആയത്ത് വരുന്നുണ്ട്. അപ്പോ ഈ തെറ്റുകൾ ചെയ്ത ആളെ നമ്മൾ വെറുക്കാൻ പാടില്ല. എത്ര വലിയ കള്ളനാണെങ്കിലും ആ ഒരു കഥയുണ്ടല്ലോ, അതും നമ്മളെ ഹദീസിൽ വരുന്നുണ്ട്, 100 ആളെ കൊന്ന കഥ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അത്. തെറ്റുകൾ ചെയ്താൽ നമ്മൾ വെറുക്കാൻ പാടില്ല, ഈ തെറ്റിനെയാണ് നമ്മൾ വെറുക്കേണ്ടത്. ഓക്കെ, എന്നുവെച്ചാ പിന്നെ ഈ ഒരു ചീത്ത കാര്യം ആരെങ്കിലും കണ്ടാൽ ഇസ്ലാമികമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാല് പേഴ്സണലായിട്ട് ഉപദേശിക്കുക എന്നുള്ളതാണ്. അംറു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ ഒക്കെ പേഴ്സണലായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അത് വേറെ പുറത്തെ ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഗീബത്ത് പറഞ്ഞെന്നുള്ള കുറ്റം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുത്തെ കേസ് ഗീബത്താണ് നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ്, വലിയ കുറ്റാണ്. അപ്പൊ അതാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പൊരുത്തപ്പെടിക്കാം? അത് അതിൽ നിന്നും പൊരുത്തപ്പെടുകയും വേണം. പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം അവരോട്. പക്ഷേ അപ്പൊ ഞാൻ കേസ് പറയാം. നിങ്ങള് ഒരാളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞു വിചാരിച്ചോളി, അറിയാണ്ട് ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാണ്. ചിലപ്പോ ഈ അതിനായിട്ടുള്ള കൂട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അയാൾ ഇത് അറിഞ്ഞിട്ടില്ല. നമ്മൾ ഒരാളെ പറ്റി ഒരു സെയ്ദിനെ പറ്റി ഞാൻ കുറ്റം പറഞ്ഞത്, അത് സെയ്ദ് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ഇതെങ്ങനെ പൊരുത്തപ്പെടിക്കും? നമ്മള് സെയ്ദിനോട് പോയിട്ട് ഇങ്ങനെ പറയണോ, ഞാൻ അതിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു, അപ്പൊ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം പറഞ്ഞാൽ ചിലപ്പോ എന്ത് ചെയ്യും, ഇത് കേട്ട് കഴിഞ്ഞാൽ സെയ്ദിനാകെ വയലന്റ് ആവും, നിങ്ങളെ പിടിച്ച് എന്തോ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇൻ കേസ് അറിയാണ്ട് നമ്മൾ പറഞ്ഞു പോയി, അപ്പൊ അത് തെറ്റുകൾ നമുക്ക് തൗബ ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യാ? ഇങ്ങനെ പോയി പറയാണോ വേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പറയൂ. ഉം. അള്ളാഹുവിനോട് തൗബ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഗീബത്തിൽ നിന്ന് റെഡി ആവണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? തൗബ ചെയ്യുന്നത് തന്നെ നമ്മളെ വിഷയം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. അപ്പൊ അത് രണ്ട് കേസ് ഉണ്ടാവും. ഒന്ന്, നമ്മൾ ഗീബത്ത് പറഞ്ഞു, അപ്പൊ അയാൾക്ക് അറിയാം, നമ്മൾ ഒരു സെയ്ദിനെ പറ്റിയാണ് അറിഞ്ഞത്, അപ്പൊ സെയ്ദിനെ അറിയാം നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും അവരോട് പോയിട്ട് തന്നെ എന്ത് ചെയ്യണം, അത് പറഞ്ഞ് പൊരുത്തപ്പെടിക്കുക എന്നുള്ളത്. ഇനി ഇൻ കേസ് അങ്ങനെ അറിയില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അയാളോട് പോയിട്ട് ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതി. പിന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് റെഡിയാവും. രണ്ട് കാര്യങ്ങളാണ്, ഇസ്തിഗ്ഫാർ ഇല്ല, നമ്മളെ എന്ത് ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം പറഞ്ഞിട്ട് പടച്ചവനോട് കാവല് ചോദിക്കുക. പിന്നെ അയാൾക്ക് വേണ്ടി ദ്വാരക്കാം, അയാൾക്ക് നല്ലതിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാം. ഈ നമ്മള് എൻ്റെ ഒരു ഉസ്താദ് പറയലുണ്ടായിരുന്നു, നമ്മളൊരാൾക്ക് ശത്രുത ഉണ്ടായാല് ഏറ്റവും ഏറ്റവും അവരോട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ശത്രുത പോവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ ദ്വാരക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ദുആ എന്നൊക്കെ പറഞ്ഞാല് നമ്മള് പേഴ്സണൽ ആയിട്ടിരിക്കുന്ന സമയത്ത്, നമ്മളും പടച്ചവനും മാത്രമായിട്ടുള്ള ഒരു ബന്ധമുള്ള സമയത്ത് നമ്മൾ വേറൊരാളെ പറ്റി ഓർക്കല്ലേ. അപ്പൊ അത് എന്താ പറയാ, അത് ഭയങ്കര രസമുള്ളൊരു സാധനം. കാരണം നമ്മളും പടച്ചവനും മാത്രമേ ഉള്ളൂ, വേറെ ആരും കാണിക്കാനില്ല. അങ്ങനെ ഒരു സാധനമാണ്. നോമ്പിന് കൂലി കൊടുക്കാനടുത്ത് പറഞ്ഞല്ലോ, നോമ്പിന് കൂടുതൽ കൂലി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ നോമ്പ് നിസ്കാരം പോലെയല്ല. നിസ്കാരമാണോ നോമ്പാണോ ശ്രേഷ്ഠത കൂടിയെന്നല്ല ഇവിടുത്തെ ഡിസ്കഷൻ. നോമ്പിന് ഒരുപാട് കൂലി ഉണ്ടെന്ന് പടച്ചവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണം വെച്ചാൽ നോമ്പ് നോറ്റോന്ന് മുഖത്ത് നോക്കിയാൽ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അത് നോറ്റാളും പടച്ചവനും തമ്മിലുള്ള കാര്യം. അപ്പൊ അതുപോലെ തന്നെ ദുആഇന് ഇവിടെ ഒരു സൗന്ദര്യം ഉള്ളത്, നമ്മള് പടച്ചവനും തമ്മിലുള്ള ഒരു കാര്യത്തിനടക്ക് നമ്മൾ വേറൊരാളും കൂടി കൂട്ടാണ്. പടച്ചവനെ മനസ്സിൽ ശത്രുത ഉള്ള ഒരാളാണ് നമ്മൾ കൂട്ടുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ടി നല്ലത് ചെയ്തു കൊടുക്കണേ,
ഓന്റെ കാര്യങ്ങളൊക്കെ റെഡി ആവണേ എന്ന് നമ്മൾ പഠിച്ചവനോട് പറയുമ്പോൾ നമ്മളെ ശത്രുത ഇല്ലാണ്ടാവും. അതൊരു ട്രിക്കായിട്ട് ഉസ്താദ് പറയലുണ്ട്. വേറെ കിതാബുകളിലും ഉണ്ടാവും ഇൻഷാ അള്ളാ. അപ്പോ ഇവിടെ ഇവിടെ ഈബത്തിനെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. അയാൾക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, അതുപോലെ തന്നെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അപ്പൊ വൈൻ കാനത്ത് ഇവിടെ വാജിബൻ യതൂബ മിൻ ജമീ ദുനൂബി. അപ്പൊ എല്ലാ തെറ്റുകളിൽ നിന്നും തൗബ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ തെറ്റുകളിൽ നിന്നും എന്ത് ചെയ്യണം? എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ അല്ല വൈജിബൻ യതൂബ മിൻ ജമീ ദുനൂബി, എല്ലാ തെറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. ഫൈൻ തൗബ മിൻ ബഅദിഹാ സ്വഹത്ത് തൗബത്തുഹു ഇൻദ അഹ്ലിൽ ഹഖ്. ഇനി നമ്മൾ എല്ലാ തെറ്റുകളും നമ്മൾ തൗബ ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താ പറഞ്ഞാൽ ആ തെറ്റിന്ന് ഒഴിവാവണം. ഇൻ കേസ് ഒരാൾക്ക് ഒരു തെറ്റ് എന്ത് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ബാക്കിയുള്ള തെറ്റുകളൊക്കെ അയാൾ മാറ്റി, ബാക്കിയുള്ള തെറ്റുകളൊക്കെ ഒഴിവാക്കി അങ്ങനെ അതിൽ നിന്ന് തൗബ ചെയ്താൽ നമ്മളെ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസം അനുസരിച്ച് എന്താണ്, നമ്മൾ എന്താവും, ആ നമ്മൾ എന്തിനാണ് തൗബ ചെയ്തത് ആ തെറ്റുകളൊക്കെ നമുക്ക് പൊരുത്തപ്പെട്ട് കിട്ടുന്നതാണ്. ഓക്കെ. ഇനി ചില ഇസ്ലാമിലാണെന്ന് പഴയ കാലത്തുണ്ടായ അവാന്തര വിഭാഗങ്ങളൊക്കെ എന്താകുന്നുണ്ട്, തെറ്റുകൾ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നൊക്കെ പറഞ്ഞ വലിയ ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആ വിശ്വാസം അങ്ങനെയല്ല. നമ്മൾ തെറ്റ് ചെയ്താൽ അതിനുള്ള ശിക്ഷ കിട്ടും, അത് ഈമാനായിട്ട് ബന്ധിക്കൂല. പിന്നെ എപ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലൊരു പടച്ചവനോടുള്ള അടുപ്പം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ അകൽച്ചയിൽ നിന്ന് അടുപ്പത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ത്, തൗബ എന്ന് പറഞ്ഞാൽ. അപ്പോ ഇനി ഈ അകൽച്ച കൂടുമെങ്കിലും അത് ഈമാന് എന്ത് ചെയ്യുന്നില്ല. ഒരു മുസ്ലിം അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ മുസ്ലിം തന്നെയാണ്. ഈ ഈമാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് അള്ളാഹുവിൽ വിശ്വസിക്കുക, റസൂലിനെ വിശ്വസിക്കുക, അതിന്റെ സിഫാത്തും അതൊക്കെ നമ്മൾ അഖീദയിൽ പഠിക്കുന്നുണ്ടല്ലോ. സിഫാത്തുകൾ അള്ളാഹു എങ്ങനെയാണെന്നുള്ളൊരു ഒരു സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞ് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈമാൻ റെഡിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്ത് വിട്ടു നിൽക്കാനാവുന്നില്ല, അല്ലെങ്കിൽ എന്തോ കാരണം കൊണ്ട് നമ്മൾ കുറച്ച് തെറ്റുകളെ തൊട്ടാണ് തൗബ ചെയ്തതെങ്കിൽ ആ തൗബ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഷർത്തുകൾ കംപ്ലീറ്റ് ആവണം, പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം, ഖേദമുണ്ടാവണം, തിരിച്ചു ചെയ്യൂല എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി എവിടുന്ന് വായിക്കാനുള്ള അപ്പൊ ഒരു തെറ്റിൽ നിന്നാണ് തെറ്റ് ചെയ്തതെങ്കിൽ, ഒരു തെറ്റിൽ നിന്നാണ് നമ്മൾ തൗബ ചെയ്തതെങ്കിൽ അത് പൊരുത്തപ്പെടും, ബാക്കിയുള്ളത് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഒക്കെ തലാഹറത്ത് ദലായിൽ കിതാബി സുന്നത്തി വൈജ്മായിൽ ഉമ്മത്തി അലാ വുജൂബി തൗബത്തി. എന്നിട്ട് നബിമാൻ പറയണെന്ത്, കിതാബും സുന്നത്തും ഖുർആനും സുന്നത്തും ഇജ്മാവും എല്ലാം ഉണ്ട് ഈ തൗബ നിർബന്ധമാണ് എന്ന് പറഞ്ഞ കാര്യത്തിൽ. ഇപ്പൊ തൗബ കൊല്ലത്തില് എന്താണ് അവിടെ മജ്‌ലിസ് ഉണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ തൗബ ഒരു ചടങ്ങാക്കി മാറ്റാതെ ഇടക്കിടക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. നമ്മൾ പടച്ചവനോടുള്ള ബന്ധം അടുപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് തൗബ എന്ന് പറഞ്ഞത്. അപ്പൊ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യണം. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരുടെ ഒരു നേച്ചറാണ്, സ്വാഭാവിക പ്രകൃതിയാണ്. ഓക്കെ. അപ്പൊ തൗബയെ നമുക്ക് എന്ത് ചെയ്യാം, ഇടക്കിടക്ക് വേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ഖുറാനിന്റെയും സുന്നത്തിന്റെയും ഇജ്മാവും ഒക്കെ ഉണ്ട്, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യണം എന്നത് വാജിബാണ് എന്നതിന്റെ മേൽ. ഖാല അല്ലാഹു തആല, ഇനി ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞത്, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിലേക്ക് പരിപൂർണമായിട്ട് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം വിശ്വാസികളെ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിജയിക്കുന്നവരാവാൻ വേണ്ടി എന്തായാലും തൗബ ചെയ്യണം എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ സൂചിപ്പിക്കുന്നത്. നൂറിലെ 31-ാമത്തെ ആയത്താണ്. വഖാലത്താല വേറൊരു ആയത്തിലുണ്ട്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അള്ളാഹുവിനോട് ഫസ്റ്റ് കാവൽ ചോദിക്കുക, ഇസ്തിഗ്ഫാർ ഇല്ല, സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക. തെറ്റുകൾ പൊരുത്തപ്പെട്ടതിന് ശേഷം തൗബ ചെയ്യുക എന്നൊരു കാര്യമാണ് അവിടെ പറയുന്നത്.
കാല താല വേറൊരു സ്ഥലത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. നസൂഹായ തൗബ നിങ്ങൾ ചെയ്യുക എന്നതാണ് പറഞ്ഞത്. തൗബത്തൻ നസൂഹ എന്ന് പറഞ്ഞാൽ എന്താ, കുറെ അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനത്തെ തൗബ ചെയ്തു കഴിഞ്ഞാല് തിരിച്ചൊരിക്കലും തെറ്റിലേക്ക് പോകൂല. അങ്ങനത്തെ തൗബയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാദിക്കായ സത്യമായ തൗബ എന്നൊക്കെയാണ് വിശദീകരണത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്തതിന് ശേഷം പിന്നെ തെറ്റിലേക്ക് തിരിച്ചു വരൂല. അങ്ങനത്തെ തൗബക്കാണ് തൗബത്തുൻ നസൂഹ എന്ന് പറയാം. ഇനി വേറെ ഇമാം പറഞ്ഞിട്ടുണ്ട്, ലിസാന് കൊണ്ട്, നാവ് കൊണ്ട് എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇന്ദമ ബിൽ കൽബി, കൽബ് കൊണ്ട് ഖേദം ഉണ്ടാവുക. ഇംസിക ബിൽ ബദനി, ശരീരം കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക, തൗബത്തുൻ നസൂഹാവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഖുറാനിലെ ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു. ഇനി ഹദീസിലേക്ക് കിടക്കാം. وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول والله إني لأستغفر الله وأتوب إليه في اليوم أكثر من 70 مرة. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നും അവരെത്ര ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് പറയണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഞാൻ 70 തവണയേക്കാൾ കൂടുതൽ ഒരു ദിവസം അല്ലാഹു തആലയോട് ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്നാരാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ തെറ്റുകൾ ചെയ്താൽ മാത്രല്ല തൗബ ചെയ്യേണ്ടത് എന്നതിൽ നിന്ന് മനസ്സിലാവും, ഇത് അല്ലാഹു തആലയുള്ള ഒരു അടുപ്പം കൂടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം റസൂലിന്റെ അടുക്കൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ സംഭവിക്കൂല എന്ന് പറയുന്നുണ്ട്. മാസൂമാണ്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ റസൂലിന്റെ അടുക്കൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കുകയില്ല. പിന്നെ എന്തിനാണ് ഖേദിച്ചു മടങ്ങുന്നത്? ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് കൂടുതൽ ഈ ഭാഗത്ത് ഉണ്ടാവുക. നബിതങ്ങള് കാലില് നീര് കെട്ടുന്ന അങ്ങനെ വരെ നീര് കെട്ടിയിട്ടും എന്ത് ചെയ്തു, രാത്രി നിന്ന് എണീച്ച് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ചോദിച്ചപ്പോ ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്താ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്നാണ് ഞങ്ങൾ തിരിച്ചു ചോദിച്ചത്. ഈ പടച്ചവനുമായിട്ടുള്ള നല്ലൊരു ആത്മബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് റസൂൽ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ഉമ്മത്തിനെ പഠിപ്പിച്ചു തരുന്ന ഒരു ശീലം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇസ്തിഗ്ഫാർ. ഇത് സമൂഹത്തിന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഗാഢമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. തെറ്റുകൾ ചെയ്താലേ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റൂ എന്നൊരു സംഭവമൊന്നുമില്ല. ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ എന്ത് ചെയ്യും, നമ്മള് ഒരുപാട് ബർക്കത്തുകൾ ഉണ്ടാവുന്നു, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഐശ്വര്യം ഉണ്ടാവുന്നു ഒക്കെ കിതാബുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ തെറ്റുകൾ ചെയ്താലേ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റൂ എന്നൊരു ധാരണ ഉണ്ടാവാൻ പാടില്ല. തെറ്റുകൾ ചെയ്താൽ എന്ത് ചെയ്യണം, എന്തായാലും നമ്മളെ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്, അപ്പൊ അതിനെന്തായാലും ഇസ്തിഗ്ഫാർ ചൊല്ലുകയും വേണം എന്ന് മനസ്സിലാക്കുക. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ ഇസ്തിഗ്ഫാർ ലൈസ മിന ദംബി ബൽ മിൻ ഇഅ്തിഖാദി അന്ന നഫ്സഹു ഖാസിറത്തുൻ ഫിൽ ഉബൂദിയത്തി അമ്മാ യലീഖു ബി ഹദ്റത്തി ദിൽ ജലാലി വൽ ഇക്റാം. അപ്പൊ അള്ളാഹുവിനെ നേരിട്ട് കണ്ട, അതിനുള്ള ഭാഗ്യം അള്ളാഹു തആല നേരിട്ട് നൽകിയ റസൂല് തന്നെ 100 വട്ടം അല്ലെങ്കിൽ 70 കൂടുതൽ വട്ടമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്. റസൂലിന്റെ ഇസ്തിഗ്ഫാർ എന്നല്ല, തെറ്റിനല്ല, പിന്നെ ഉബൂദിയത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു അടിമ എന്നുള്ള ബന്ധം നോക്കുമ്പോൾ നമ്മൾ എത്രയോ നിസാരനാണ് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ്, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഇസ്തിഗ്ഫാർ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞത് ഇത് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്.
ഇനി അടുത്തതിലെ പറയുന്നത് നോക്കൂ. വനിൽ അഖറബിന് വഅനിൽ അഖറബിനിൽ യസാരിൽ മുസനി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ റവാഹു മുസ്ലിം. അപ്പോൾ വേറൊരു ഹദീസിൽ പറഞ്ഞാൽ എന്താ? തൂബു ഇലല്ലാ, നിങ്ങൾ തൗബ ചൊല്ലു, ഇസ്തിഗ്ഫാർ ചെയ്യൂ. ഞാൻ 100 വട്ടം ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട് എന്നാണ് വേറൊരു ഹദീസിൽ പറഞ്ഞത്. അത് മുസ്ലിമിന്റെ റിവായത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബുഖാരിന്റെ റിവായത്തായിരുന്നു. ഓക്കെ. ഇനി വൻ അബി ഹംസത്ത അനസ് ബിൻ മാലിക് അൻസാരി. ക്ലിയർ അല്ലേ? പറയുന്നത് ക്ലിയർ അല്ലേ? അപ്പൊ തൂബു ഇലല്ലാ എന്ന് പറഞ്ഞാല് ഇർജിഉ ഇലൈഹി ബിംതിസാലി മാ അമറക്കും വജ്തിനാബി മാ നഹാക്കും. ഇസ്തിഗ്ഫാർ അല്ല. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാല് തെറ്റുകളെ ഏറ്റു പറയുക, ഖേദിച്ച് മടങ്ങുക എന്നുള്ളത്. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങുക, മീൻസ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞത്. ഇനി അടുത്ത ഹദീസാണ് വൻ അബി ഹംസത്ത് അനസ് ബിൻ മാലിക് അൻസാരി ഖാദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദികും സഖത്ത അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫി അർദി ഫുലാത്ത്. മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമക്ക് അടിമ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ അള്ളാഹു താലാന് ഭയങ്കര സന്തോഷമുണ്ട് എന്ന ഒരു കാര്യമാണ് ഈ ഹദീസിൽ പറയുന്നത്. എന്നിട്ട് അതിനൊരു ഉദാഹരണം വെച്ചിട്ടുണ്ട് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ അനസുബിന് മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിയ ശേഷം പിന്നെ നബി തങ്ങൾ വഫാത്താവുന്നതുവരെ 10 വർഷം നിരന്തരമായിട്ട് നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണ്. ഒരുപാട് ഹദീസുകളിലൊക്കെ കാണാൻ പറ്റും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അപ്പോൾ നബി തങ്ങൾ മക്കത്ത് വന്നപ്പോ ഇവര് പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കത്ത് വന്നപ്പോ എന്താണ്, ഞാൻ 10 വയസ്സാണ് ഉണ്ടായിരുന്നത്. മാത്ത വാനബിൻ ഇശ്രീനസന. നബി തങ്ങൾ വഫാത്തായപ്പോ 20 വയസ്സാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ ഒപ്പം എല്ലാ യുദ്ധത്തിനും പോവുകയും നിരന്തരം സഹവസിക്കുകയും ചെയ്ത സ്വഹാബിയായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒരുപാട് ഹദീസുകൾ, 2000-ൽ കൂടുതൽ ഹദീസുകൾ എന്തായിട്ടുണ്ട്, ഇവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് ബസറയിലാണ് വഫാത്തായിട്ടുള്ളത്. പിന്നെ സഹാബത്തിൽ നിന്ന് ഏറ്റവും അവസാനം മരണപ്പെട്ട സ്വഹാബിയാണ് ആര്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കാരണം നബിതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവര് ചെറുപ്പമാണല്ലോ. അങ്ങനെ ഇവിടെ ഹദീസ് എന്താണ് പറയണത്? അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദികും. അപ്പൊ ഇവിടെ ഒരു അല്ലാഹു അഫ്റഹു ബി തൗബത്തി അബ്ദിഹി മിൻ അഹദികും, നിങ്ങളിൽ നിന്നുള്ള ഒരടിമ തൗബ ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് അള്ളാഹു ആണെന്നാ പറഞ്ഞത്. അള്ളാഹു താലയുടെ സന്തോഷം എങ്ങനെയാണ്, നമ്മളെ സന്തോഷമാണ്, അതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾ അക്കീദയിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ? ഇവിടെ റസൂൽ എന്ന് പറയണത് അള്ളാഹു താല സന്തോഷിക്കും. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, അതിനപ്പുറം ഉള്ളൊരു കാര്യമാണ്. ഏതായാലും അള്ളാഹു താല സന്തോഷിക്കുന്നതിന് ഇപ്പൊ നിങ്ങൾ പറയുന്നു സക്കത്ത് അലാ ബഈരിഹി. അപ്പൊ എന്നിട്ടൊരു ഉദാഹരണം പറയാം. സക്കത്ത് അലാ ബഈരിഹി വഖദ് അദല്ലഹു ഫി അർളി ഫലാത്ത്. അതായത് നമ്മള് ഒരു ഒഴിഞ്ഞ വിശാലമായ ഒരു ഭൂമിയിൽ നമ്മുടെ വാഹനം നഷ്ടപ്പെട്ടു. വാഹനം പറഞ്ഞാൽ ഒട്ടകം. അങ്ങനെ നഷ്ടപ്പെട്ടു, പിന്നെ അത് തിരിച്ചു കിട്ടൂലേ? ആ തിരിച്ചു കിട്ടിയാലുള്ള സന്തോഷാണ് ഒരടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഉണ്ടാവുന്നത്.
ഇനി കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, മുസ്ലിമിന്റെ റിവായത്തിൽ ഇത് പറയുന്നുണ്ട്. അള്ളാഹു അശദ്ദു ഫറഹം ബി തൗബത്തി അബ്ദിഹി, അള്ളാഹു തആല അശദ്ദു ഫറഹം ബി തൗബത്തി അബ്ദിഹി, ഈ അടിമക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അള്ളാഹു തആലക്ക് ഉണ്ടാവും. ഹീന യതൂബു ഇലൈഹി മിൻ അഹദിക്കും കാന അലാ റാഹിലത്തിഹി ബി അർളിൻ ഫലാത്തിൻ. അപ്പോ ഒരു അടിമ, അയാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു വിശാലമായ ഒരു മരുഭൂമിയിലൂടെ അങ്ങനെയുള്ള സ്ഥലത്തൂടെ എന്ത് ചെയ്തു, യാത്ര ചെയ്യുകയായിരുന്നു. ഫംഫലതത് മിൻഹു അലിഹ ത്വആബഹു വശറാബഹു ഫൈസ മിൻഹ. അങ്ങനെ ആ മൃഗം അവിടെ നിന്ന് തെറ്റിപ്പോയി, കാണാതായി. അതിന്റെ മൃഗത്തിന്റെ അടുത്താണ് എന്ത്, ഇവനുള്ള ഭക്ഷണവും പനിയും ഒക്കെ ഉള്ളത്. അങ്ങനെ കുറെ നോക്കിയിട്ട് അന്വേഷിച്ചിട്ടും കാണുന്നില്ല. ഫൈസ മിൻഹ, ഇവരെന്ന് ലാസ്റ്റ് നിരാശനായി, അവനത് കിട്ടൂല, അത് പോയി എന്ന് വിചാരിച്ചു. ഫാത്താ ഷജറത്തൻ ഫൽത്തജ. അപ്പൊ ഈ മരുഭൂമിയിൽ ദിക്കൊന്നും അറിയാണ്ട് ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും, പിന്നെ മരണമാണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, നമ്മൾ ആടുജീവിതമൊക്കെ വായിച്ചിട്ടുണ്ടാവല്ലോ, നിങ്ങൾ പ്രവാസികളാകുമ്പോൾ പറയണ്ടല്ലോ, മരുഭൂമി നമ്മൾ കാണുന്നതല്ലേ. അപ്പോ ഫാത്താ ഷജറത്തൻ ഫൽത്തജ, അപ്പൊ ഏതായാലും ഇയാള് ഒരു മരത്തിന്റെ അവിടെ കിടന്നു, അയാള് ചെരിഞ്ഞു കിടന്നു. മരിക്കല് നിയത്താക്കിയിട്ട് എന്ത് ഒക്കെ നിരാശനായിട്ടാണ് വരുന്നത്. ഈ ലില്ലിഹ ഒക്കെ ദൈസമിൻ റാഹിലെത്തി. അപ്പൊ ഓന് ഉറപ്പിച്ചിട്ടുണ്ടെന്ന്, ഇനി ഏതായാലും തിരിച്ചു കിട്ടൂല, ഈ റാഹിലത്ത് വാഹനം അവന് തിരിച്ചു കിട്ടൂല എന്ന് അവൻ ഉറപ്പിച്ചിട്ടുണ്ട്, നിരാശനായിട്ടുണ്ട്. അത് ഐസ എന്ന് പറഞ്ഞാൽ നിരാശനാവാണ്. അപ്പൊ ബൈനമാ ഹുവ കദാലിക ഇത് ഹുമാ ബിഹാ കായ്മത്തുൻ എന്തോ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വാഹനം ഉണ്ടോ അവന്റെ അടുത്ത് നിൽക്കുന്നു. ഫഅഖദ ബിഖിതാമിഹാ, അങ്ങനെ അതിന്റെ ആ കടിഞ്ഞാണിൽ പിടിച്ചിട്ട്, ആ കയറിൽ പിടിച്ചിട്ട്, തുമ്മ കാലമിൻ ശിദ്ദത്തിൽ ഫറഹി, ഭയങ്കര സന്തോഷം വന്നിട്ട് എന്താണ് പറയുന്നത്, അല്ലാഹുമ്മ അൻത അബ്ദി വാന റബ്ബുക അഖ്ത മിൻ ശിദ്ദത്തിൽ ഫറഹി, അള്ളാഹുവേ നീ അടിമയും ഞാൻ റബ്ബുമാണ് എന്ന് പറഞ്ഞു. അത് ചിലപ്പോ ഈ സന്തോഷം കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, എക്സ്റ്റസി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെ ആ സമയത്ത് വന്നു പോകുന്ന സാധനമാണ്. നമ്മൾ എന്താ ചെയ്യാ, എന്താ പറയാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം പറഞ്ഞു. അങ്ങനെ അയാൾ പറയാണ് എന്താ, അല്ലാഹുമ്മ അൻത അബ്ദി, നീയാണ് അടിമ, അന റബ്ബുക, ഞാൻ എന്റെ റബ്ബാണെന്ന്. നേരെ മാറി പറഞ്ഞു, എന്താ പറയേണ്ടിരുന്നത്, അല്ലാഹുമ്മ അൻത റബ്ബി വാന അബ്ദുക എന്നാ പറയേണ്ടത്. മാറി പറഞ്ഞു. ഇവന് അത്രക്ക് സന്തോഷായി. അഖ്തമിൻ ശിദ്ദത്തിൽ പറയാ, ആ സന്തോഷം കൊണ്ട് തെറ്റിപ്പോയി. ഇത് സന്തോഷത്തിന്റെ ആ ഒരു കാഠിന്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ കേസിൽ ഇങ്ങനെയുള്ള ഒരു അടിമയെക്കാളും ഒക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അടിമ, അയാൾക്ക് ആ വാഹനം പെട്ടെന്ന് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, അതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് റബ്ബിന് ഒരു അടിമ തൗബ ചെയ്യുമ്പോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റബ്ബിന് സന്തോഷം ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും, റബ്ബിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നമ്മളെ തെറ്റുകളിൽ സന്തോഷിച്ചിട്ടല്ലോ. നമുക്ക് ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതിന്റെ നല്ല റഹ്മത്തൊക്കെ, പടച്ചോന്റെ റഹ്മത്തൊക്കെ കൂടുതൽ കിട്ടാൻ കാരണമാവും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഹദീസ് കഴിഞ്ഞു. ഇനി وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله تعالى يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها. ഈ ഹദീസിൽ എന്താ പറയുന്നത്, ഇന്നല്ലാഹ തആല യബ്സുത്തു യദഹു ബില്ലൈലി, അല്ലാഹു തആല രാത്രി എന്ത് ചെയ്യും, കൈകൾ നീട്ടുന്ന പറയണത്. കൈകൾ നീട്ടുന്നു വെച്ചാല് തേടുന്നുണ്ട്. യതൂബ മുസീഉൽ നഹാരി, പകല് ദോഷങ്ങൾ ചെയ്ത ആൾക്ക്, ദോഷങ്ങൾ ചെയ്ത ആൾക്ക് അല്ലാഹു തആല രാത്രി തൗബ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ തൗബ ചെയ്താൽ റബ്ബ് സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വയബ്സുത്തു യദഹു ബിന്നഹാരി, പകലിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, കൈകൾ നീട്ടുന്നുണ്ട്, മീൻസ് ആവശ്യപ്പെടുന്നുണ്ട്. യതൂബ മുസിയൻ നഹാരി മുസിയുൽ ലൈലി, രാത്രി ചെയ്ത ആള് തൗബ ചെയ്യുന്നത് പകലിലും അല്ലാഹു തആല പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്.
ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ. ഏതുവരെ? ഷംസ് പടിഞ്ഞാറിൽ നിന്ന്, മഗ്രിബിഹാ, മഗ്രിബ് എന്ന് പറഞ്ഞാല് പടിഞ്ഞാറ്, പടിഞ്ഞാറിൽ നിന്ന് ചന്ദ്രൻ ഉദിക്കുന്നല്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് വെച്ചാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. അപ്പൊ തൗബ റബ്ബ് എപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാവിലെ തെറ്റുകൾ ചെയ്ത ആളുണ്ടെങ്കിൽ രാത്രിയാകുമ്പോ റബ്ബ് എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ റബ്ബ് തൗബ ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇത് നേരെ തിരിച്ചും, പകല് തെറ്റ് ചെയ്ത ആളുണ്ടെങ്കിൽ രാത്രി എന്ത് ചെയ്യുന്നുണ്ട്? റബ്ബ് പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അപ്പോ ഏതുവരെയാണ് പറഞ്ഞത്? ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്നുള്ളത്. പടിഞ്ഞാറ് ഉദിച്ചാ പിന്നെ തൗബ സ്വീകരിക്കൂല. പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാല് പിന്നെ മൊത്തത്തിൽ തൗബ സ്വീകരിക്കൂല. കാരണം ഖിയാമത്ത് നാളായല്ലോ. ഇനി പേഴ്സണൽ ആയിട്ട് വരുമ്പോ ഒരാള് എപ്പോ തൗബ ചെയ്താലും സ്വീകരിക്കും. പിന്നെ അയാൾക്ക് മരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? പിന്നെ അയാളെ തൗബ സ്വീകരിക്കൂല. മരണം ഉറപ്പായിട്ട് തൗബ ചെയ്തിട്ട് കാര്യമില്ല, അത് സ്വീകരിക്കൂല. അതാണ് ഇനി അടുത്ത ഹദീസ് പറയുന്നത്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تاب قبل أن تطلع الشمس من مغربها تاب الله له. അത് നമ്മൾ പറഞ്ഞ തന്നെ. من تاب قبل أن تطلع الشمس من مغربها تاب الله عليه. ആരെങ്കിലും സൂര്യൻ മഗ്രിബിൽ നിന്ന്, പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തു കഴിഞ്ഞാൽ എന്താ അതിനെന്ത് ചെയ്യും? അല്ലാഹു തആല അവരുടെ തൗബ സ്വീകരിക്കും. റവാഹു മുസ്ലിം. ഇനി വൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കഥ എന്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. മാലം യുഗർഗിർ. അപ്പൊ ഉറങ്ങറത്ത് എന്ന് പറഞ്ഞാലേ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക എന്നാണ് ഉദ്ദേശം. അതായത് മരണം ഉറപ്പാവാന്ന് മനസ്സിലാക്കുക. റവാഹു തുർമുദി. അപ്പം മരണം ഉറപ്പാകുന്നത് വരെ ഒരാൾ തൗബ ചെയ്താൽ അതൊക്കെ സ്വീകരിക്കും. മരണം ഉറപ്പായതിന്റെ ശേഷം ചെയ്യുന്ന തൗബ സ്വീകരിക്കുകയില്ല. ഓക്കെ. ഈ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന വരെ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇബ്നു ഹജർ തങ്ങൾ വേറൊരു കിതാബിൽ സൂചിപ്പിക്കുന്നുണ്ട്, മരണം ഉറപ്പാവാന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഓക്കെ. ഡോക്ടർമാർ പറഞ്ഞത് ഇനിയിപ്പോ വെന്റിലേറ്ററിലാണ്, കൃത്രിമ ശ്വാസം കൊണ്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാൻ സ്റ്റേജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മരണം ഉറപ്പായ അവസ്ഥ. ഈ സ്റ്റേജിൽ എത്തിയാൽ എന്ത് ചെയ്യൂല? പിന്നെ തൗബ സ്വീകരിക്കൂല. അപ്പൊ തൗബ ചെയ്യേണ്ടത് ഈ വയസ്സായിട്ടല്ല, അല്ല, നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യേണ്ടത് വയസ്സായിട്ടല്ല, ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഹലോ, ആ ആ ആ. ഇവിടെ റവാഹു തുർമുദി. റവാഹു തുർമുദി വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ. തുർമുദിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ട് എന്ത് ചെയ്യാം, ആ വിഷയം കൂടി നമ്മൾ പറയാം. അപ്പോ ഇത് ഹസനായ ഹദീസാണെന്ന് പറഞ്ഞത്. ഇത് കുറച്ച് നമ്മളിപ്പോ അറിയല് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ചോദിച്ചോണ്ട് ഞാൻ ഏതായാലും പറയാം. ഹസനായ ഹദീസാണെന്ന് പറഞ്ഞത്. ഈ സ്വഹീഹ് എന്ന് പറഞ്ഞാല്, സ്വഹീഹ് ആണ് ഹദീസിന്റെ കൂട്ടത്തില് ഏറ്റവും ടോപ്പുള്ള ഹദീസ്. പിന്നെ അതിൽ ഗ്രേഡ് കുറഞ്ഞ ഹദീസാണ് ഹസൻ എന്ന് പറഞ്ഞത്. അതിലും ഗ്രേഡ് കുറഞ്ഞതാണ് ലൊയീഫ് എന്ന് പറഞ്ഞ ഹദീസ്. ഓക്കെ. അപ്പൊ സ്വഹീഹ് ഉണ്ട്, ഹസൻ ഉണ്ട്, ലൊയീഫായ ഹദീസ് ഉണ്ട്. ഓക്കെ. ഈ സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാല് അത് വ്യക്തമായ ഹദീസിലും ബുഖാരിയിലും മുസ്ലിമും ഒക്കെ വന്ന എന്താ പറയാ, വ്യക്തമായ സനദുള്ള ഹദീസുകളാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ. ഹദീസ് ഹസൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് ഉറപ്പില്ലാത്ത ഹദീസുകളാണ്. മീൻസ് അതിന്റെ സനദില് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള, അതന്നെ പല രീതിയിലുണ്ട്. അത് നമ്മൾ ആ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, വേറൊരു പഠനശാഖ തന്നെയാണ് ഈ ഹദീസ്. സ്വഹീഹായ ഹദീസ് ഈ ഇതിന്റെ സനദുകളെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖ തന്നെ ഉണ്ട്.
ഇപ്പൊ ഇവിടെ ഇത് ഹദീസുൻ ഹസനാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഒരു വിഷയം വെച്ചാലേ, ഇവിടെ നമ്മള് തുടക്കത്തിൽ പറഞ്ഞപ്പോ നബി ഇമാം എന്താ പറഞ്ഞത്? ഇത് ഇവിടെ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഇതിലുള്ളൂ എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ? ഇത് ഹദീസുൻ ഹസനാണെന്നാ. ഓക്കെ, അപ്പൊ അവിടെ ചർച്ച ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ അങ്ങനെ സ്വഹീഹായത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ ഹസൻ എന്ന് പറഞ്ഞാല് സ്വഹീഹിനേക്കാളും ഗ്രേഡ് കുറഞ്ഞ ഹദീസാണ്. ഇപ്പൊ അവിടെ ഹദീസുൻ ഹസൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോ ഇത് പറഞ്ഞത് ശരിയല്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും മറുപടി പറഞ്ഞാലേ, ഒന്ന് നബി ഇമാമ് സ്വഹീഹായ ഹദീസുകൾ ആണ് ഉൾക്കൊള്ളിച്ചത് എന്ന് പറഞ്ഞത് കൂടുതലും അങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതലും ഏറ്റവും കൂടുതൽ കൊള്ളിച്ചിട്ടുള്ള എന്താണ് ഇതിലുള്ളത്? സ്വഹീഹായ ഹദീസുകളാണ്. എന്നാൽ വളരെ കുറഞ്ഞ ഹസനായ ഹദീസുകളും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ ഒന്നാമത്തെ മറുപടി. ഇനി അതല്ല, ചിലര് ഈ ഹസനുല്ലി ദാത്തിഹി ഹദീസ് ഉണ്ട്. അപ്പൊ അത് എന്താ പറയാ, അത് ഈ സ്വഹീഹായ ഹദീസ് പോലെ തന്നെയാണ്. അതേ അതേ ആ രീതിയിൽ അമലുകൾ കൊണ്ടൊക്കെ പിടിക്കാൻ പറ്റുന്ന വാലിഡിറ്റി ഉള്ള ഹദീസുകൾ തന്നെയാണ് സ്വഹീഹുൽ ലിദാത്തി എന്ന് പറഞ്ഞ ഒരു വകുപ്പും. അപ്പൊ ആ ഹദീസും എന്താണ്, ഈ സ്വഹീഹായ പോലെയാണ് ചില പണ്ഡിതന്മാര്, ചില മുഹദ്ദിസ് പണ്ഡിതന്മാര് എണ്ണ. അപ്പൊ ഈ നബി ഇമാമ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഹസനായ ഹദീസിനെ ഈ കിതാബിൽ കൊണ്ടുവന്നത്. അപ്പൊ അവര് സ്വഹീഹായ ഗ്രേഡിൽ തന്നെയാണ് അതിനെ ഉൾപ്പെടുത്തിയത് എന്നും രണ്ട് മറുപടി ഈ ഒരു സംഭവത്തിനൂടെ പറയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. അത്ര മനസ്സിലാക്കാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ടെക്നിക്കൽ ടേംസ് ആണ്, കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. എന്താ ചോദിക്കണ്ടോ? അങ്ങനല്ല, അത് തെളിവ് പിടിക്കുന്ന സമയത്തൊക്കെ അത് ഈ ഫക്കീഹുമാർക്ക് ഇജ്തിഹാദൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് സ്വഹീഹായ ഹദീസുകൾ എന്ന് തെളിവൊക്കെ വരിക. അതൊക്കെ ഉസൂലുൽ ഫിഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഏതൊക്കെയാണ് തെളിവിന് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി ളഈഫായ ഹദീസുകൾ ഉണ്ടാവും. ളഈഫായ ഹദീസുകൾ എന്ന് പറഞ്ഞാല് ബലഹീനത ഉള്ള ഹദീസുകൾ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഹദീസിന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഹദീസിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞത് തന്നെ ആയിരിക്കും. പക്ഷെ വന്ന ത്വരീക്കില് വന്ന സനത് വന്ന ആൾക്കാരിലുള്ള ആ ഒരു ചിലപ്പോൾ എന്ത് ചെയ്യും, അത്ര വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായത് കൊണ്ട് അത് എന്താണ് ളഈഫായി പോകുന്നതാണ്. അപ്പൊ ആ ളഈഫായ ഹദീസുകൾ എന്താണ്, അത് തെളിവിന് പറ്റാത്ത ഹദീസുകളാണ്. പക്ഷെ ഫളായിലുൽ അമൽ എന്നാ പറയാം. അതിന് ഫളായിലുൽ അമലുകളിലേക്ക് അത് ഉപയോഗിക്കുന്നതാണ് എന്നാണ് നമ്മുടെ മദ്ഹബ് പറയുന്നത്. ഫളായിലുൽ അമൽ എന്ന് പറഞ്ഞാല് ഇപ്പോ ശ്രേഷ്ഠത അറിയല്ലോ, ഇന്നത് ചെയ്താൽ ഇത്ര കൂലി കിട്ടും, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഫضലുകള് മഹത്വങ്ങളൊക്കെ വിശദമാക്കുന്ന കാര്യം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ളഈഫായ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റും. ളഈഫായ ഹദീസുകൾ എന്താണ്, തെളിവാക്കാൻ പറ്റൂല എന്നാണ് പ്രബലാഭിപ്രായം. പക്ഷേ ഈ ഫളായിലുൽ അമലിന് വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട്, ഹദീസ് ളഈഫ് ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാം, പറ്റാതിനെ തള്ളിക്കളയരുത്. കാരണം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞതല്ലേ, നബിതങ്ങളിലേക്ക് ചേർത്തി പറയുന്നില്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഹദീസുകളിനൊക്കെ പ്രാധാന്യം കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക്